ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ നന്ദിനി സങ്കടത്തോടെ പറയുന്നുണ്ട്, ഈ വീട്ടിലെ എല്ലാവരെയും ഞാൻ സ്വന്തമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു ഭാരമായി മാറിയിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. അമ്മ എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ അമ്മയ്ക്ക് എന്നെ കൊണ്ടുള്ള ശല്യം തീരുമല്ലോ എന്നൊക്കെ പറയുന്നു. രാജലക്ഷ്മി അമ്മ അപ്പോൾ സങ്കടത്തോടെ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയരുതെന്ന്. അമ്മ എന്നെ കല്യാണം കഴിച്ചു വിടുമ്പോൾ ഞാൻ ഇവിടെയും അന്യായി, പിന്നെ ഞാനൊരു അനാഥ പെണ്ണായി, പിന്നെ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് നന്ദിനി കരയുന്നു. അത് കേൾക്കുമ്പോൾ രാജലക്ഷ്മി അമ്മയ്ക്കും സങ്കടമാകുന്നു. രാജലക്ഷ്മി അമ്മ നന്ദിനിയെ കെട്ടിപ്പിടിച്ചു കരയുന്നുണ്ട്. രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, നിനക്കൊരു ജീവിതം വേണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. അത് കേൾക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, എനിക്കിവിടെ ജീവിക്കുന്നതാണ് ഏറ്റവും സന്തോഷം. എനിക്ക് വൈഗ മോളുടെ മുത്തശ്ശിയായിട്ട് ജീവിച്ചാൽ മതിയെന്നൊക്കെ പറയുന്നു. കൈമൾ പറയുന്നുണ്ട്, നീയും ഗിരിയുമാണെങ്കിൽ സംസാരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ പ്രായമുള്ളവരെ തെറ്റിച്ചാണ് നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്നൊക്കെ കരുതിയതാണെന്നൊക്കെ പറയുന്നു. നന്ദിനി അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് വിവാഹത്തിനൊന്നും താല്പര്യമില്ല, ഗിരി എൻ്റെ നല്ല ഫ്രണ്ട് മാത്രമാണെന്ന് പറയുന്നു. രാജലക്ഷ്മി അമ്മ എപ്പോൾ പറയുന്നുണ്ട്, ഇനി നിന്നെ ഞാൻ വിവാഹത്തിനൊന്നും നിർബന്ധിക്കുന്നില്ല, നീ ബാഗൊക്കെ എടുത്തു വെക്കാനെന്ന് പറയുന്നു. നന്ദിനി അപ്പോൾ പറയുന്നുണ്ട്, ആ ഡ്രസ്സൊക്കെ ആശ്രമത്തിലെ അന്തേവാസികൾക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചേക്കുന്നതാ, ഞാൻ ഇവിടെ നിന്നും പോകുന്നില്ല എന്നൊക്കെ പറയുന്നു. ജഗദീഷ് അപ്പോൾ പറയുന്നുണ്ട്, ഇത്രയും വിശുദ്ധിയായ ഒരേട്ടത്തിയെ എവിടെ കിട്ടും? സീതാദേവിക്കാണെങ്കിൽ കാഞ്ചന സീത എന്നൊരു പേരുണ്ട്, എൻ്റെ ഏട്ടത്തിക്കോ എന്നൊക്കെ പറയുന്നു. മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ തന്നെ പേരിടാം ദേവി എന്ന്. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു. കൈമൾ പറയുന്നുണ്ട്, അത് സത്യമാണ്, ചെമ്പകമംഗലത്തെ മഹാലക്ഷ്മിയാണെന്നൊക്കെ പറയുന്നു. രാജലക്ഷ്മി അമ്മ നന്ദിനിയെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഉമ്മ കൊടുക്കുന്നു. ശേഷം മീനാക്ഷി ജയറാമിന്റെ റൂമിലേക്ക് ചെല്ലുന്നു. ജയറാം 10 മണിയായിട്ടും എഴുന്നേറ്റിട്ടില്ലായിരുന്നു. മീനാക്ഷി ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തു പറ്റി, എന്തെങ്കിലും സങ്കടമാണോ എന്നൊക്കെ, കേസിന്റെ കാര്യം ഓർത്തിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നു. ജയറാം അപ്പോൾ പറയുന്നുണ്ട്, കേസിനെ കുറിച്ചൊന്നും ടെൻഷനൊന്നുമില്ലെന്നൊക്കെ. മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ ടെൻഷൻ എന്തിൻ്റെയാണെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുന്നു. എന്തായാലും അച്ഛനൊരു സന്തോഷ വാർത്തയുണ്ടെന്ന് മീനാക്ഷി പറയുന്നു. അതിനുശേഷം മീനാക്ഷിയാണെങ്കിൽ ചെമ്പകമംഗലത്ത് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. നന്ദിനി വിവാഹത്തിൽ നിന്നും പിന്മാറിയെന്നും മുത്തശ്ശീനെയും കല്യാണം ആലോചിക്കില്ല എന്ന് പറഞ്ഞെന്നുമൊക്കെ പറയുന്നു. ജയറാമിനെല്ലാം കേട്ട് കഴിയുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട്, അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും വിഗ്രഹമായിട്ടുള്ളത് അച്ഛൻ തന്നെയാണെന്ന്. അമ്മ അച്ഛനോട് എല്ലാ കാര്യങ്ങളും ക്ഷമിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. മീനാക്ഷി പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ ജയറാമിന് സന്തോഷമാകുന്നു. മീനാക്ഷി അപ്പോൾ കളിയാക്കുന്നുണ്ട്, വയസ്സാം കാലത്തെ പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ട്. ജയറാം മീനാക്ഷി അവിടെ നിന്നും ഓടിച്ചു വിടുന്നു. മീനാക്ഷി അവിടെ നിന്നും പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വൈശാഖ് കള്ളു കുടിച്ചുകൊണ്ട് കൂട്ടുകാരുമായിട്ട് ചീട്ട് കളിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് പോലീസുകാർ വരുന്നുണ്ട്. പോലീസിനെ കാണുമ്പോൾ എല്ലാവരും ഓടുന്നുണ്ട്. പോലീസുകാർക്ക് വൈശാഖിനെ മാത്രം കിട്ടുന്നു. പോലീസുകാർ വൈശാഖിനെ തല്ലിച്ചതയ്ക്കുകയാണ്. നമ്മുടെ ACP സാറിന്റെ ഭാര്യയെ അടിച്ചോണ്ട് പോയതല്ലേ, ഇവൻ നമ്മളെ കുറെ ചുറ്റിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തല്ലുന്നു. ആ സമയത്ത് കാർത്തിക് അവിടേക്ക് വരുന്നുണ്ട്. കാർത്തിക് അവരോട് നിർത്താനെന്ന് പറയുന്നു. കാർത്തിക് മീനാക്ഷി പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്. ഇനി മൈഥിലിയുടെയും വൈശാഖിന്റെയും പുറകെ പോയാൽ നിങ്ങൾ നിങ്ങളുടെ അഭിമാനമായിരിക്കും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് പേരുദോഷമേ ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ കാര്യം ഓർക്കുന്നു. കാർത്തിക് പോലീസുകാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇവനെ ഉപദ്രവിക്കുകയൊന്നും വേണ്ട, ഇനിയും എൻ്റെ പേരിൽ അത് പ്രശ്നമൊന്നും ആക്കണ്ട എന്നൊക്കെ പറയുന്നു. ഇവൻ ചീട്ട് കളിച്ചതിന് ഇവന്റെ പേരിൽ സാധാ കേസ് മാത്രം മതി, തൽക്കാലം ഇവരെ വീട്ടിലും ഇൻഫോം ചെയ്തേക്കാനെന്നൊക്കെ പറയുന്നു. അതേ സമയത്ത് വൈശാഖിന്റെ വീട്ടിൽ അച്ഛനും അമ്മയും വൈശാഖിനെ കുറിച്ച് സംസാരിക്കുകയാണ്. വൈശാഖിന്റെ അച്ഛൻ അമ്മയോട് പറയുന്നുണ്ട്, നീയാണ് അവന്റെ കയ്യിൽ പൈസ കൊടുത്ത് അവനെ വഷളാക്കുന്നതെന്നൊക്കെ. ഇനി പോലീസ് സ്റ്റേഷനിൽ ആര് പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മൈഥിലി ഞാൻ പോകാമെന്ന് പറയുന്നു. അച്ഛനും അമ്മയും മോള് പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മൈഥിലി സമ്മതിക്കുന്നില്ല, ഞാൻ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. മൈഥിലി വീടിന്റെ വെളിയിലേക്ക് വരുമ്പോൾ പോലീസ് വണ്ടി വരുന്നു. പോലീസ് വാഹനത്തിൽ നിന്നും കാർത്തിക് ഇറങ്ങുന്നു. അതിനുശേഷം വണ്ടിയിൽ നിന്നും വൈശാഖിനെ ഇറക്കി വിടുകയാണ്. വൈശാഖ് കഷ്ടപ്പെട്ട് നടന്ന് മൈഥിലിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. മൈഥിലി അപ്പോൾ വൈശാഖിനോട് ചോദിക്കുന്നുണ്ട്, കാർത്തിക്കാണോ നിന്നെ തല്ലിച്ചതച്ചതെന്ന്. വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട്, കാർത്തിക് എന്നെ ഒന്നും ചെയ്തില്ല, അവൻ എന്നെ രക്ഷിച്ചു കൊണ്ടുവന്ന് വിട്ടതാണെന്നൊക്കെ പറയുന്നു. കാർത്തിക് ഒരുപാട് ദേഷ്യത്തോടെ മൈഥിലിയെ നോക്കിയിട്ടൊന്നും മിണ്ടാതെ വണ്ടിയിൽ കയറി പോകുന്നു. ശേഷം കാണിക്കുന്നത് രാജലക്ഷ്മി അമ്മ ഗിരിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഗിരിയോട് പറയുന്നുണ്ട്, എനിക്കൊരു തെറ്റുപറ്റി, ഞാൻ നിന്നെ വെറുതെ മോഹിപ്പിച്ചു എന്ന് പറയുന്നു.
ഞാൻ നന്ദിനിയോട് ചോദിച്ചിട്ട് വേണമായിരുന്നു ഗിരിയോട് പറയാനെന്നൊക്കെ പറയാണ്. ഗിരി അപ്പോൾ പറയുന്നുണ്ട്, അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, അതൊന്നും പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നു. രാജലക്ഷ്മി അമ്മ അപ്പോൾ പറയുന്നുണ്ട്, നീ എൻ്റെ മകൻ തന്നെയാണ്, നിനക്ക് ഞാൻ വേറൊരു വിവാഹം ആലോചിക്കാമെന്നൊക്കെ പറയുന്നു. ഗിരി അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് വിവാഹത്തിനൊന്നും താല്പര്യമില്ലായിരുന്നു. പിന്നെ നന്ദിനിയെ കുട്ടിക്കാലം തൊട്ടേ അറിയാവുന്നതാണ്, നല്ല പെൺകുട്ടിയാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് മോഹം തോന്നിപ്പോയതാണെന്നൊക്കെ പറയുന്നു. അമ്മ വേറെ വിവാഹമൊന്നും നോക്കണ്ട എന്ന് ഗിരി പറയുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്